ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നിപ്പോൾ നാം കൂടുതൽ ആരോഗ്യ മേഖലയെ നാം ആശ്രയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് അസുഖത്തിന് വന്നിരുന്നാലും അത് നമ്മളെ വിട്ടുമാറാത്ത അസുഖമായി മാറുന്നു. ഒരു ഡോക്ടറെ കാണാതെ ഒരു ആസ്പത്രിയിൽ പ്രവേശിപ്പിക്കാതെ നമ്മുടെ രോഗം മാറുകയില്ല എന്ന സ്ഥിതിയിൽ അത് നമ്മളുടെ ജീവിത ശൈലികൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അതുകൂടാതെ ഇപ്പോൾ കാലാവസ്ഥ മറ്റൊരു കാരണമാണ്. അപ്പം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. ആരോഗ്യം വീണ്ടും കിട്ടുവാൻ വേണ്ടി പല ഹോസ്പിറ്റലിലും പോകുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു, MRI സ്കാൻ എടുക്കുന്നു, ഇങ്ങനെ പല ചികിത്സകളും നമ്മൾ ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം, ഈ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാം തെണ്ടിയത് തന്നെയാണ്. ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിരുന്നാലും അവർ ചെയ്യുന്ന എന്താണ്, നാം ഇൻഷുറൻസ് എത്ര എമൗണ്ട് എടുത്തിരിക്കുന്നു അതിൻ്റെ പരമാവധി തുക അത് എടുക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. എന്നാൽ കാശ് കൊടുത്താണ് ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ പോയി ആ അസുഖത്തിന് പൈസ അടയ്ക്കുന്നുവെങ്കിൽ ചാർജ് കുറവായിരിക്കും. എന്നാൽ ഇൻഷുറൻസ് ആണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ചാർജ് അവൻ മാക്സിമം എടുത്തിരിക്കും. ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. അങ്ങനെയാണ് കാണുന്നത്. ഞാൻ പലരിലും അന്വേഷിച്ചു. ആ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ, അതിൻ്റെ കണക്കുകൾ വായിക്കുമ്പോൾ, അതിൻ്റെ എക്സ്പെൻസസ് വായിക്കുമ്പോൾ നാം തന്നെ ബോധം കെട്ട് വീഴാറുണ്ട്. എന്തൊക്കെ ചെലവുകളാണ് എഴുതി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടം വരില്ലേ? ഇൻഷുറൻസ് കമ്പനി എന്തിനാ അങ്ങനെയൊക്കെ അനുവദിക്കുന്നത്? നമ്മൾ കേട്ടിട്ടുള്ളത് ഇൻഷുറൻസ് സാങ്ഷൻ ചെയ്യുന്നതിന് മുൻപേ ഇതിന് മുകളിൽ ചില ഡോക്ടേഴ്സുണ്ട്, ഒരു ടീമുണ്ട്. അവർ അത് പരിശോധിച്ച് നോക്കി ഇയാൾക്ക് കൊടുത്ത ചികിത്സ ശരിയാണോ, ഓപ്പറേഷൻ വേണമായിരുന്നോ, ഇത്രയും രൂപ വിലയുള്ള മുറിയിൽ അയാളെ കിടത്തണമായിരുന്നു, ICUവിൽ ഇത്ര ദിവസം, ഇതൊക്കെ അന്വേഷിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നു എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല മക്കളെ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയൂ. കാരണം അനുഭവമുള്ളത് കൊണ്ട് പറയുകയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കണം, ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യത്തിന് നിൽക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്. കൊടുക്കേണ്ട പൈസ ന്യായമായ രീതിയിൽ ആശുപത്രിക്കാർക്ക് കൊടുക്കുക. ഒരിക്കലും കൂടുതൽ കൊടുക്കരുത്. നമ്മുടെ ഇൻഷുറൻസുകാരിൽ നിന്നും പൈസ വലിച്ച് ഊറ്റരുത് എന്നാണ്. കാരണം അടുത്ത വഴി ചികിത്സയ്ക്ക് ആ പൈസ ഇല്ലാതായി വരും. അപ്പം ഇങ്ങനെ പല ഹോസ്പിറ്റലുകളും നടക്കുന്നുണ്ട്. പലരും പറയുന്നത് ഇൻഷുറൻസ് ഉണ്ടോ അവർ രക്ഷപ്പെടും, ഇൻഷുറൻസ് ആണെങ്കിൽ അവർ ഊറ്റിയെടുക്കും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. അത് ശരിയല്ലേ? പക്ഷേ അവർ ചെയ്യുന്നത് തെറ്റല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരോട് പറയാൻ? പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ല.